Lord, you're holy, Lord. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്കു കീഴെ വെള്ളത്തിൽ എങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ദൈവം കെരൂബിനെ ഉണ്ടാക്കാൻ പറഞ്ഞു, ഓട്ടുസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷേ അതൊന്നും വണങ്ങാനുള്ള ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നില്ല. കാരണം വണങ്ങാനുള്ള ലക്ഷ്യത്തിന് വേണ്ടി ഒരു സ്വരൂപവും ഉണ്ടാക്കരുത്, ആരാധിക്കാനായും ഒരു സ്വരൂപം ഉണ്ടാക്കരുത് എന്ന് ദൈവം നേരത്തെ 10 കൽപ്പനകളിൽ 2-ാമത്തെ കൽപ്പനയായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വണങ്ങാനുള്ള ഉദ്ദേശത്തോടുകൂടെ ഒരു സ്വരൂപം, ഒരു പ്രതിമ ഉണ്ടാക്കണമെന്ന് പറയുന്നത് ആരാണ്? അതിനുത്തരം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു. വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു. ശ്രദ്ധിക്കുക, മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു. 15-ാം വാക്യം. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത്. ആരാധിക്കുവാനോ വണങ്ങുവാനോ ആയി ഒരു പ്രതിമയെയും സ്വരൂപത്തെയും ഉണ്ടാക്കാൻ പാടില്ല. ഈ കാര്യം എനിക്ക് വളരെ വ്യക്തമായി. എന്നാൽ ദൈവകൽപ്പന അവഗണിച്ച് ഞാൻ ആരാധിക്കുവാനും വണങ്ങുവാനുമായി സ്വരൂപങ്ങൾ നിർമ്മിച്ചാൽ എനിക്ക് ചെറിയ ശിക്ഷയാണോ ലഭിക്കുക? വചനം എന്തു പറയുന്നു? തിരുവചനം പറയുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് 14-ാം അധ്യായം 9 മുതൽ വായിക്കുന്നു. മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപ്പകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കേയില്ല. 10-ാം വാക്യത്തിൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. 11-ാം വാക്യം. അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപ്പകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കേയില്ല. ചിലർ പറയാറുണ്ട്, നമുക്ക് വിശുദ്ധരുടെ പ്രതിമകൾ വണങ്ങാം, ഒരു കുഴപ്പവും ഇല്ല. എന്നാൽ നാം വിശുദ്ധരുടെ പ്രതിമകളെ ആരാധിച്ചാൽ ദൈവകൽപ്പന ലംഘനമാണ്. വണങ്ങുവാൻ ഉപയോഗിക്കുന്ന ഈ സ്വരൂപങ്ങളെ നമ്മൾ ആരാധിച്ചാൽ നമ്മൾ നരകത്തിൽ പോകും. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ആരാധിച്ചാൽ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള ഒരു വസ്തുവിൻ്റെ മുമ്പാകെയാണോ നാം നിത്യവും തല കുനിക്കേണ്ടത്? ആരാധിച്ചാൽ നമ്മെ നരകത്തിലേക്ക് തള്ളിയിടാൻ ശേഷിയുള്ള ഒരു വസ്തുവിനെയാണോ നാം തോളിലേറ്റേണ്ടത്?
ആരാധിച്ചാൽ നരകത്തിലേക്ക് തള്ളിയിടാൻ ശക്തിയുള്ള ഒരു വസ്തുവിനെയാണോ നാം മാല ചാർത്തേണ്ടത്? ആരാധിച്ചാൽ നമ്മെ നരകത്തിലേക്ക് തള്ളിയിടാൻ ശക്തിയുള്ള ഒരു വസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണോ നാം ദിനവും പ്രാർത്ഥിക്കേണ്ടത്? അതിൻ്റെ മുമ്പാകെയാണോ നാം ദിനവും മുട്ടുകുത്തേണ്ടത്? ക്രിസ്തു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് 20-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അങ്ങയുടെ തിരുവചനത്തിൽ നിന്ന് ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ദുരുപദേശങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ട്. എല്ലാ പൈശാചികമായ ഉപദേശങ്ങളെയും മാനുഷിക പാരമ്പര്യങ്ങളെയും വചനത്തെ ലംഘിക്കുവാൻ ആവശ്യപ്പെടുന്ന പ്രബോധനങ്ങളെയും അതിൻ്റെ വശീകരണ ശക്തിയിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. എത്ര വലിയ അന്ധതയിൽ കഴിയുന്ന വ്യക്തികളായാലും അവരെ വിടുവിക്കുവാൻ ഇന്ന് കേട്ട ഈ ജീവൻ്റെ വചനങ്ങൾക്ക് ശക്തിയുണ്ട്. കർത്താവെ, പലരും ബൈബിൾ വായിക്കുന്നുവെങ്കിലും ആ വചനം വിശ്വസിക്കാൻ പറ്റാതെ തെറ്റായ പ്രബോധനങ്ങളിൽ കുടുങ്ങി അങ്ങേക്ക് പ്രകോപനപരമായ പല ഭക്തിമാർഗങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ്. ഒടുവിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യമറിയാതെ അന്ധരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനത്തോട് കരുണ കാണിക്കണമേ. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം അന്ധമാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ പ്രകാശമായ അങ്ങേക്ക് അന്ധകാരത്തിൽ കിടക്കുന്ന ഏതു വ്യക്തിയെയും പ്രകാശിപ്പിക്കാൻ കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന്. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ കർത്താവിന് ഞങ്ങൾ മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ തീരുമാനിക്കുന്ന ഏവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വലിയ സഭാധികാരികളാണ്. ഞങ്ങൾ പറയുന്നതെല്ലാം ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ടതാണ് എന്ന് ചിലർ പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരമാണ് പറഞ്ഞത്: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും സ്വീകരിച്ചവനാണ് യേശു ക്രിസ്തു. അപ്പസ്തോലനായ പൗലോസ് തൻ്റെ വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം നടത്തുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം നടത്തുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും നമ്മോട് ഞങ്ങൾ വലിയ സഭയിലെ അധികാരികളാണ്, ഞങ്ങൾക്ക് വലിയ അധികാരമുണ്ട്, ഞങ്ങൾ പറയുന്ന പ്രബോധനം ചോദ്യം ചെയ്യാതെ നിങ്ങൾ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം അദ്ദേഹം ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലാണോ ജീവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ചാണോ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഉപദേശവും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് നിങ്ങളുടെ നേതാവ്,
നിങ്ങളിൽ ആരും നേതാക്കന്മാരാകരുത്, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. അതായത് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച ക്രിസ്തുവിനെ അനുസരിച്ച് അവിടുത്തെ പ്രബോധനങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവസഭയിൽ ദൈവം തന്നെ ആക്കി വെച്ച യഥാർത്ഥ ഇടയന്മാരുണ്ട്. അവർ ദൈവത്തിൻ്റെ വചനം മായമില്ലാതെ പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് നാം കീഴ്പ്പെട്ടിരിക്കണം. എന്നാൽ ഞങ്ങൾ വലിയ അധികാരികളാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിന്ന് നേരെ വിപരീതമായി പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന പലരെയും നമ്മൾ കണ്ടു എന്ന് വരും. അങ്ങനെയുള്ളവരെ നാം പരീക്ഷിച്ചറിയണം. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ വലിയ അഭിഷിക്തനാണ്, എനിക്ക് വലിയ അധികാരമുണ്ട്, നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് അനുസരിക്കണം, അങ്ങനെ അവകാശപ്പെട്ടാൽ നാം കണ്ണടച്ച് അദ്ദേഹത്തെ വിശ്വസിക്കരുത്. വെളിപ്പാട് 2-ാം അധ്യായം 2 മുതൽ വായിക്കുന്നു. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. എഫേസോസ് സഭയിലെ വിശ്വാസികൾ ചെയ്ത കാര്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. ചില വ്യാജമായ അവകാശവാദങ്ങൾ ചിലർ ഉന്നയിക്കുമ്പോൾ അവരെത്തരക്കാരാണ് എന്ന് പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ സഭാവിശ്വാസികൾക്കും ഉണ്ട്. അല്ലെങ്കിൽ വിശ്വാസികൾ കബളിപ്പിക്കപ്പെടും. വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളുടെയും ജപങ്ങളുടെയും പിന്നാലെ പോയാൽ കുടുംബ സമാധാനം കിട്ടുമെന്ന് ചിലർ പറയുന്നു. അത് ശരിയാണോ? വചനവിരുദ്ധമായ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെ അതിർലംഘിക്കുന്ന പാരമ്പര്യങ്ങളോ ജപങ്ങളോ ഭക്തിമാർഗങ്ങളോ മുറുകെ പിടിച്ചാൽ സമാധാനം ലഭിക്കുകയില്ല. ഉള്ള സമാധാനം നഷ്ടപ്പെടുക മാത്രം ചെയ്യും. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം, അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ചുകെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറയുന്നു. അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ചുകെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറയുന്നു. വാസ്തവത്തിൽ ആരാണ് സമാധാനം കൊടുക്കുന്നത്? വചനവിരുദ്ധങ്ങളായ ഒരു പാരമ്പര്യത്തിനും ജപത്തിനും നമുക്ക് സമാധാനം തരാനുള്ള കഴിവില്ല. യേശുക്രിസ്തുവിന് മാത്രമാണ് യഥാർത്ഥ സമാധാനം നമുക്ക് തരുവാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ കഷ്ടതകൾ, പ്രതിസന്ധികൾ, പരിശോധനകളൊക്കെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്കുണ്ട്. അതൊക്കെ ഒഴിവാക്കി തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നാൽ ആ കഷ്ടങ്ങൾക്കും പരിശോധനകൾക്കും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ദൈവിക സമാധാനം യേശു ഒരുവന് നൽകും. യേശു നൽകുന്ന ഇത്തരത്തിലുള്ള ദിവ്യമായ സമാധാനം നമുക്ക് അനുഭവിക്കണമെങ്കിൽ യേശുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കണം. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെ അതിലംഘിക്കുന്ന ഒരു ഭക്തിമാർഗം നമ്മൾ തിരഞ്ഞെടുത്താൽ ക്രിസ്തു നൽകുന്ന സമാധാനം നമുക്കൊരിക്കലും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ യിരെമ്യാ പ്രവാചകൻ്റെ കാലത്ത് ജനം വചനവിരുദ്ധമായി കർത്താവിന് പ്രകോപനം വരുത്തുന്ന ഒരു ഭക്തിമാർഗമായി മുന്നോട്ട് പോയപ്പോൾ ചില വ്യാജ പ്രവാചകന്മാർ അവരെ കബളിപ്പിച്ചിരുന്നു. അതാണ് നാം നേരത്തെ വായിച്ചത്. യിരെമ്യാ 6-ാം അധ്യായം 14-ാം വാക്യം, അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറയുന്നു. ഇക്കാര്യം തന്നെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. യിരെമ്യാ 8:11, അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ
അവർ വെച്ചു കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് അവർ പറയുന്നു. വ്യാജപ്രവാചകന്മാർ പറയുന്ന ഉപദേശങ്ങളും അനുഷ്ഠാനങ്ങളും ജപങ്ങളൊക്കെ ചൊല്ലി സമാധാനം കിട്ടുമെന്ന് കാത്തിരുന്ന് അത് കിട്ടാതെ ആകെ അസ്വസ്ഥതയിൽ ആണ്ടുപോയ ധാരാളം പേരുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ തന്നെ 15-ാം വാക്യം നമ്മോട് ഇപ്രകാരമാണ് പറയുന്നത്: നമ്മൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തി ആഗ്രഹിച്ചു, ലഭിച്ചതോ ഭീതി. നമ്മൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തി ആഗ്രഹിച്ചു, ലഭിച്ചതോ ഭീതി. ഇതാണ് വചനത്തെ വിട്ട് തെറ്റായൊരു ഭക്തിമാർഗത്തിലേക്ക് പോയാൽ അവരെ കാത്തിരിക്കുന്നത്. ഇന്ന് പലരും വചനവിരുദ്ധങ്ങളായ പല കാര്യങ്ങളും പറഞ്ഞ് ജനത്തോട് പറയും, ഇതാ സമാധാനം, ഞങ്ങൾ പറയുന്ന ഈ മാർഗം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി, ഇപ്പോൾ വലിയ സമാധാനം കിട്ടും. പക്ഷേ പലരും കബളിപ്പിക്കപ്പെടുന്നു. നമ്മൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തി ആഗ്രഹിച്ചു, ലഭിച്ചതോ ഭീതി. യിരെമ്യാവ് 8:15 നാം സമാധാനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഒരു ഗുണവും വന്നില്ല. രോഗശമനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ ഭീതി. ഇപ്പോൾ രോഗസൗഖ്യം കിട്ടും, ഇപ്പോൾ വലിയ അനുഗ്രഹം കിട്ടും എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ ഒരുപാട് ദുരുപദേശങ്ങളും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന പലരുമുണ്ട്. അവർ കാത്തിരിക്കുന്നു, ഇപ്പോൾ വലിയ അനുഗ്രഹം കിട്ടും, ഇപ്പോൾ വലിയ രോഗസൗഖ്യം കിട്ടും. പക്ഷേ പ്രതീക്ഷിച്ച പോലെ രോഗശാന്തിയോ കുടുംബസമാധാനമോ വ്യക്തിപരമായ സമാധാനമോ കിട്ടാതെ വിശ്വാസം തന്നെ ഉപേക്ഷിച്ച പലരുമുണ്ട്. അത് വരാതിരിക്കുവാൻ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങരുത്. ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. യേശുക്രിസ്തു പറഞ്ഞ വചനം അനുസരിക്കുക, അപ്പോൾ സമാധാനം ലഭിക്കും, പാപക്ഷമ ലഭിക്കും, നിത്യജീവൻ ലഭിക്കും. മറ്റു കുറുക്കു വഴികൾ, വചനത്തിൽ കാണാത്ത ഒരു തെറ്റായ ഭക്തിമാർഗം തിരഞ്ഞെടുത്ത് സമാധാനവും രോഗശാന്തിയും കിട്ടാൻ വേണ്ടി കാത്തിരുന്നാൽ ആകെ കുടുങ്ങിപ്പോകും. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയെയാണോ അതോ കർത്താവ് യേശു ക്രിസ്തുവിനെയാണോ മഹത്വപ്പെടുത്തേണ്ടത്? നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണമെന്നാണ് 1 കൊരിന്ത്യർ 10:31 വാക്യം നമ്മോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട അംഗങ്ങളാണ് യേശുവിൻ്റെ സഭ. യഥാർത്ഥ സഭയിൽ ഉള്ളത് രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ അഥവാ സഭയുടെ ദൗത്യം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ബൈബിളിൽ കാണാത്തതും ബൈബിളിന് എതിരായതുമായ ഒരു പാരമ്പര്യ ഭക്തിമാർഗത്തെ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ സഭയിലെ അംഗങ്ങൾ മഹത്വപ്പെടുത്തുകയില്ല. ഇന്ന് ലോകത്തിൽ പല സഭാ സംഘടനകളും ഉണ്ട്. മനുഷ്യനിർമ്മിതമായ സംഘടനകളെ മഹത്വപ്പെടുത്തുവാനല്ല നാം പരിശ്രമിക്കേണ്ടത്. നാം ഏതെങ്കിലും സഭാ സംഘടനയെ മഹത്വപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സഭയിലെ വചനവിരുദ്ധങ്ങളായ ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം വളച്ചൊടിക്കും. എന്നാൽ നാം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നവരാണ് എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ ഒട്ടും മായം ചേർക്കാതെ ഉള്ളതുപോലെ നാം പ്രസ്താവിക്കും. ബൈബിളിൽ കാണാത്ത പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും? ബൈബിളിൽ കാണാത്ത പാരമ്പര്യങ്ങളെ നാം മുറുകെ പിടിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ജോലി നഷ്ടപ്പെടുകയില്ല, പണം നഷ്ടപ്പെടുകയില്ല, വീട് നഷ്ടപ്പെടുകയില്ല, വാഹനങ്ങൾ നഷ്ടപ്പെടുകയില്ല. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ നഷ്ടം നമുക്കുണ്ടാകും. നാം ബൈബിളിൽ കാണാത്ത, യേശു പഠിപ്പിക്കാത്ത, അപ്പസ്തോലന്മാർ കൽപ്പിക്കാത്ത
ഒരു ഭക്തിമാർഗം തിരഞ്ഞെടുത്താൽ ബൈബിളിലെ വചനങ്ങൾ നമുക്ക് വിശ്വസിക്കാനായി സാധിക്കുകയില്ല. നാം ബൈബിൾ വായിച്ചാലും നാം പിന്തുടരുന്ന ആ വചനവിരുദ്ധമായ ഭക്തിമാർഗങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി തിരുവചനം, വിശുദ്ധ ബൈബിൾ വളച്ചൊടിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പാരമ്പര്യവും തിരുവചനവും ഒരുമിച്ച് പോകില്ല എന്നുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 6 മുതൽ വായിക്കുന്നു. അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 8-ാം വാക്യം, ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിക്കാതെ മനുഷ്യരുടെ പാരമ്പര്യം നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റില്ല. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ബൈബിളും മുറുകെ പിടിക്കാം, ഞങ്ങളുടെ പാരമ്പര്യവും മുറുകെ പിടിക്കാം. അതൊരിക്കലും സാധിക്കുകയില്ല. ഒന്നുകിൽ ബൈബിൾ അല്ലെങ്കിൽ പാരമ്പര്യം. ക്രിസ്തു പറയുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. നാം തിരുവചനത്തിൽ കാണാത്ത ഏതെങ്കിലും ഒരു പാരമ്പര്യം, അതൊരു ജപമായിരിക്കാം, ഒരു പ്രത്യേക ആരാധനാ രീതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചടങ്ങായിരിക്കാം, അതിനെ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ നിശ്ചയമായും ദൈവകൽപ്പന ലംഘിക്കും. 9-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. അതായത് കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കാതെ ആർക്കും അവരുടെ മാനുഷിക പാരമ്പര്യം മുറുകെ പിടിക്കാൻ പറ്റില്ല. ഇന്ന് മാനുഷിക പാരമ്പര്യങ്ങൾ പല സഭകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവഗണിക്കാൻ നിർദ്ദേശിക്കുന്ന കൗശലത നിറഞ്ഞ, ഉപായം നിറഞ്ഞ പ്രസംഗങ്ങൾ ആവശ്യമാണ്. പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു പോരണമെങ്കിൽ ദൈവവചനത്തെ കൗശലപൂർവം അവഗണിക്കാനായി ഉപദേശിക്കുന്ന പ്രസംഗങ്ങൾ ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ കൗശലപൂർവം അവഗണിക്കാനായി പ്രേരിപ്പിക്കുന്ന ഒട്ടനവധി പ്രസംഗങ്ങൾ ഉണ്ട്. 1-ാം നൂറ്റാണ്ടിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ മാനുഷിക പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കാൻ വേണ്ടി ദൈവകൽപ്പനകളെ അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ കൗശലപൂർവം ദൈവകൽപ്പനകൾ അവഗണിക്കാനായി പ്രേരിപ്പിക്കുന്ന ധാരാളം പ്രസംഗങ്ങൾ ഉണ്ട്. നാം വളരെ ആത്മാർത്ഥതയോടെ കർത്താവെ, ഇത്തരത്തിൽ കൗശലപൂർവം ദൈവവചനത്തെ അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിന് കരുണ തോന്നും. അപ്പോൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് ബോധ്യം തരും, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിന്നെ അകറ്റി കൗശലപൂർവം പാരമ്പര്യത്തിൻ്റെ അടിമയാക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത് എന്ന് കർത്താവ് തന്നെ സത്യാന്വേഷികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്നാണ് തിരുവചനം. ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ നിൽക്കുന്ന പുൽപിറ്റിൻ്റെ അടുത്ത് ഇടത്തും വലത്തും പിന്നിലും സ്വരൂപങ്ങളെ വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ബ്രദർ, ദൈവത്തിൻ്റെ വചനമാണ്
പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബ്രദർ പ്രസംഗിക്കുന്ന പുൾപിറ്റിൻ്റെ ഇടത്തോ വലത്തോ അതോ ബ്രദറിൻ്റെ പിന്നിലോ സ്വരൂപങ്ങളോ പ്രതിമകളോ വയ്ക്കാമോ? അതാണ് ബ്രദർ ചോദിച്ചത്. ഒരിക്കലും പാടില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പ്രതിമാ വണക്കത്തിന് എതിരാണ്. ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതിമാ വണക്കത്തിനും പ്രതിമാ ആരാധനയ്ക്കും എതിരായ ധാരാളം വാക്യങ്ങളുണ്ട്. എന്നാൽ വചനം പ്രസംഗിക്കുന്ന ഒരുവൻ തന്നെ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഈ പ്രതിമകൾ വെച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ അത് അനേകർക്ക് ഇടർച്ച നൽകും. മറ്റുള്ളവർ ഇതൊക്കെ കണ്ട് പ്രതിമകളെ വണങ്ങാനായി തുടങ്ങും. ദൈവം നൽകിയിരിക്കുന്ന 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന, മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒരു സ്വരൂപത്തെയും നീ നിർമ്മിക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. അപ്പസ്തോലനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. യോഹന്നാൻ അപ്പസ്തോലൻ ഒരു ദൈവവചന പ്രഘോഷകൻ ആയിരുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ എന്ന് അദ്ദേഹം പ്രബോധിപ്പിച്ചത്. സ്വരൂപങ്ങളോടും പ്രതിമകളോടും അകന്നിരിക്കണം എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഒരു ദൈവവചന പ്രഭാഷകനുണ്ട്. എന്നാൽ ബ്രദർ ഒരു ദൈവവചന പ്രഭാഷകനെന്ന് പറയുകയും അതേസമയം ബ്രദർ തന്നെ സ്വരൂപങ്ങളോട് അകന്നിരിക്കാതെ അവയെ അടുത്ത് വെച്ച് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും ചെയ്താൽ, സ്വരൂപങ്ങളോട് അകന്നിരിക്കണം എന്ന് പറയേണ്ട ബ്രദർ തന്നെ ബ്രദറിൻ്റെ അടുത്ത് സ്വരൂപങ്ങൾ വെച്ച് അതിനെ ന്യായീകരിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയാൽ ബ്രദറിൻ്റെ പാപം ദൈവത്തിൻ്റെ മുമ്പാകെ എത്രയോ വലുതായിരിക്കുമെന്ന് ചിന്തിക്കുക. ബ്രദർ ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത് എങ്കിൽ ബ്രദർ പ്രസംഗിക്കുന്ന പുൾപിറ്റിൻ്റെ സമീപത്ത് ഒരു രീതിയിലുള്ള പ്രതിമകളും വയ്ക്കരുത്. വെച്ചാൽ ബ്രദറിൻ്റെ കേൾവിക്കാരും പ്രതിമാവണങ്ങികളായി ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, വിഗ്രഹാരാധന വിട്ടോടുവിൻ. ബ്രദർ ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത് എങ്കിൽ ഒരിക്കലും സ്വരൂപവണക്കത്തിന് പ്രേരണ കൊടുക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുവാൻ മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കാൻ വേണ്ടി ഒരിക്കലും ദൈവവചനം നമ്മൾ പ്രസംഗിക്കാൻ പാടില്ല. ഒന്നുകൂടി പറയാം, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുവാൻ പ്രേരണ നൽകുന്ന രീതിയിൽ ഒരു വചനപ്രബോധനം ഒരിക്കലും ആരും നൽകാൻ പാടില്ല. പക്ഷേ ഇന്ന് പലരും ദൈവവചനത്തോട് വിശ്വസ്തരല്ല. ഈ ബൈബിളിലേക്ക് ജനം അടുക്കാൻ വേണ്ടിയല്ല ഇന്ന് പലരും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത്. ബൈബിളിൽ കർത്താവ് എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അതൊക്കെ അനുഷ്ഠിക്കുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നേരത്തെ നാം വായിച്ചു കേട്ടതുപോലെ കൗശലപൂർവം ദൈവകൽപ്പനകളെ അവഗണിച്ച് മാനുഷിക പാരമ്പര്യങ്ങളിലേക്ക് ജനത്തെ നയിക്കുന്ന പല പ്രസംഗങ്ങളും കാണാം. ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ദൈവം ആത്മാവാണ്, അവിടുത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അല്ലാതെ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കലും ഇപ്രകാരം പറഞ്ഞില്ല, നിങ്ങൾ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ സമീപത്ത് പല സ്വരൂപങ്ങളും പ്രതിഷ്ഠിക്കണം. ഈ ലോകത്തിൽ പല രീതിയിലുള്ള സമ്പ്രദായങ്ങളും കാണും. അവയാലൊന്നും നാം വശീകരിക്കപ്പെടരുത്. പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ദൈവമക്കളായ നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ച കൊടുക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനയെ നിഷേധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. ഒരു വചനപ്രഭാഷകൻ ഒരിക്കലും മറ്റുള്ളവർ ദൈവത്തിൻ്റെ വചനം ലംഘിക്കാനായി ദുഷ്പ്രേരണ നൽകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അന്ത്യദിനത്തിൽ കപട ശുശ്രൂഷകരെ കർത്താവ് പിടിക്കുക തന്നെ ചെയ്യും.